ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു പെരുങ്കള്ളൻ്റെയാണ്. പണ്ടൊരു നാട്ടിലൊരു പെരുങ്കള്ളനുണ്ടായിരുന്നു. ഈ കള്ളൻ ആ നാട്ടിലെ എല്ലാ വീട്ടിലും കയറി കട്ടെടുക്കും. എന്ത് സാധനം അവന് ഇഷ്ടപ്പെട്ടത് കണ്ടാലും അവൻ കട്ടെടുക്കും. എല്ലാവർക്കും അവനെ പേടിയായിരുന്നു. അവൻ എന്തെങ്കിലും ചെയ്താലോ കത്തി കൊണ്ട് കുത്തിയാലോ ഒക്കെ പേടിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലൊരു കച്ചവടക്കാരൻ്റെ ഭാര്യയ്ക്ക് ഒരു മോഹം. എനിക്ക് കുറച്ച് സ്വർണ്ണമാലകൾ വാങ്ങിത്തരുമോ? അവൾ ഭർത്താവിനോട് ചോദിച്ചു. നല്ല കച്ചവടമൊക്കെ ചെയ്ത് നല്ല ലാഭം കിട്ടിയ സമയമാണ്. അതിനെന്താ, ഞാൻ നിനക്ക് വാങ്ങിത്തരാമല്ലോ. ഇത് പറഞ്ഞതും ജനലിൻ്റെ അടുത്തൊരു നിഴല് കച്ചവടക്കാരൻ കണ്ടു. ഭാര്യയോട് പതുക്കെ പറഞ്ഞു, എടി, ആ കള്ളൻ ആ ജനലിൻ്റെ അടുത്തുണ്ട്. ഞാൻ പറയണേനൊക്കെ നീ ആന്ന് പറഞ്ഞോ. കച്ചവടക്കാരൻ്റെ ഭാര്യ പറയും, അത് ഞാൻ ഏറ്റു, നിങ്ങൾ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പം കച്ചവടക്കാരൻ ഉറക്കെ പറഞ്ഞു, നിനക്ക് ഞാൻ സ്വർണം വാങ്ങിത്തരാട്ടോ നാളെ. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ആ കള്ളനെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ കട്ടോണ്ട് പോകും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ, അവൻ കൊണ്ടുപോയി തിന്നും. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ സ്വർണവും ചാക്കിൽ കെട്ടി കിണറ്റിൽ കൊണ്ടുപോയി ഇടാം. അപ്പോൾ ഇത് കള്ളൻ കേട്ടു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ശരി, ഞാൻ റെഡി. കള്ളൻ കാണാതെ നമുക്ക് നാളെ തന്നെ കൊണ്ടിടണം. ശരി. അങ്ങനെ ചാക്കിൽ കുറേ കല്ലൊക്കെ നിറച്ച് അവരെടുത്തു വെച്ചു. പിറ്റേ ദിവസം വൈകുന്നേരമായി. കള്ളൻ മെല്ലെ വന്ന് ഇരിപ്പുണ്ട് വാഴച്ചോട്ടിൽ. കച്ചവടക്കാരൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കാണാത്ത പോലെ കച്ചവടക്കാരൻ വീടിൻ്റെ പുറത്ത് വന്നിട്ട് ടോർച്ചടിച്ചിട്ട് പറഞ്ഞു, എടി, ആ ചാക്ക് കെട്ടിങ്ങോട്ട് എടുക്ക്. പതുക്കെ പറഞ്ഞോട്ടോ, എടി, ചാക്ക് കെട്ടിങ്ങോട്ട് എടുക്ക്. കള്ളൻ അത് കേട്ടു. അവള് വേഗം ഒരു ചാക്ക് കെട്ടെടുത്തോണ്ട് വന്ന് നിറച്ച് കല്ലായിരുന്നു, മുള്ളും. ഈ കച്ചവടക്കാരൻ ആ ചാക്ക് കെട്ടെടുത്തോണ്ട് പോയിട്ട് കിണറ്റിൻ്റെ ഉള്ളിലേക്ക് ബ്ലും നിട്ടു. കള്ളൻ അത് കണ്ടു. എന്നിട്ട് ഉള്ളിൽ പോയി വാതിലടച്ചു. ഒരു ചെറിയ ഓട്ടയുണ്ടായിരുന്നു വാതിലിൽ. അതിലൂടെ നോക്കിയപ്പോൾ എന്താ കഥ? കള്ളൻ പതുക്കെ ചെന്ന് കിണറ്റിലിറങ്ങി. ഉടനെ കച്ചവടക്കാരൻ നിലവിളിച്ചു, ഓടി വരണേ, ഓടി വരണേ, എൻ്റെ വീട്ടിൽ കള്ളൻ കയറിയേ, കള്ളൻ കയറി. എല്ലാ നാട്ടുകാരും വടിയും പന്തങ്ങളുമായി ഓടി വന്നു. എവിടെ എവിടെ എവിടെ? ആ കിണറ്റിൻ്റെ ഉള്ളിലുണ്ടവൻ എന്ന് പറഞ്ഞു. അവന് കയറാൻ കിട്ടില്ല, അവൻ വെള്ളത്തിലേക്ക് വീണുപോയി, കാൽ വഴുതി. അതിൻ്റെ ഉള്ളിൽ ഒരു കല്ലുമുണ്ട്, ഒരു കല്ല് നിറച്ച ചാക്കുമുണ്ട്, മുള്ളുമുണ്ട് അതിൽ. അവൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. എല്ലാ മനുഷ്യന്മാരും ഓടി വന്ന് കിണറ്റിലേക്ക് നോക്കുമ്പോൾ എന്താ കഥ? നമ്മുടെ കള്ളൻ്റെ മേലെ മുഴുവൻ മുറിയായി, മുള്ളു കുത്തിയിട്ട്. തല കല്ലിലടിച്ചിട്ട് അവൻ ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. അതിനെല്ലാവരും കൂടി അവനെ ഇറങ്ങി എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് തെങ്ങിൽ കെട്ടിയിട്ടു. അവന് ബോധം വന്നു. എല്ലാവരും കൂടി അവനെ തല്ലാനിങ്ങനെ തുടങ്ങി. കച്ചവടക്കാരൻ പറഞ്ഞു, വേണ്ട വേണ്ട, അവനുള്ളതൊക്കെ അവന് കിട്ടിക്കഴിഞ്ഞു. അവൻ്റെ ദേഹം മൊത്തം മുറിഞ്ഞു, അവൻ്റെ 2 കാലും ഒടിഞ്ഞു. ഇനി അവൻ എങ്ങനെ കക്കാൻ പോവും? അവൻ്റെ കണ്ണിൽ മുഴുവനും കുപ്പിച്ചില്ല് കുത്തി, അവൻ്റെ തലയെല്ലാം മുറിയായി കല്ല് തട്ടിയിട്ട്. അവനിതൊരു പാഠമാണ്. ഇനിയെങ്കിലും അവൻ നന്നാവട്ടെ, ആരുടെയും മോഷ്ടിക്കാതെ ജീവിക്കടാ. കച്ചവടക്കാരൻ ഈ കള്ളനെ ചീത്ത പറഞ്ഞു. എല്ലാവരും ഈ കള്ളനെ പരിഹസിച്ചു. കള്ളൻ നാണിച്ച് തല താത്തി. കള്ളൻ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ആരുടെയും ഒന്നും മോഷ്ടിക്കാതെ അധ്വാനിച്ച് ജീവിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതുതന്നെയാണ് ഈ കഥയുടെ ഗുണപാഠവും. ആരുടെയും ഒന്നും നാം മോഷ്ടിക്കരുത്, അധ്വാനിച്ച് ജീവിക്കണം. മോഷണം ലോകത്തെ ഏറ്റവും വലിയ കുറ്റമാണ്. കഥ ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.